നിങ്ങൾ ആരെങ്കിലും ബുള്ളറ്റ് കിലോ കണക്കിന് വാങ്ങുന്നുണ്ട് അത് നമുക്ക് വയ്യ കാണിച്ചു തരാം. അമ്മ ഏതോ വണ്ടിക്ക് കത്ത് നിന്ന പോലെയാണ് നിന്നില്ല. അങ്ങനെ കയ്യിലുള്ള സാധനം എല്ലാം ബേ എടുത്തിട്ട് വണ്ടീന്റെ ബാക്കിൽ വെച്ചാൽ ഞാൻ ചോദിക്കാനും പറയാനൊന്നും ഞാൻ പോണ്ടെന്ന് ചോദിച്ചിനെ. സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ട് നോക്കുമ്പോ കേരണ്ട് അടിക്കാന്ന് ബൈക്ക് കൊണ്ടാച്ചു. എന്തെല്ലാം ആൾക്കാരല്ലേ നോക്കി തരുമ്പോ അമ്മ പാഞ്ഞും കയറിനെ. പോയി കഴിഞ്ഞാൽ കുറച്ച് സാധനം കിട്ടും. വയ്യന്നെ നമ്മള് പാഞ്ഞ് കയറിനെ. ആ നോക്കുമ്പോഴേക്ക് കൊട്ടയെടുത്തിട്ട് അങ്ങേ മൂലക്ക് എത്തിനെ. കയറിയപാട് ഞാൻ എന്റെ പണി തുടങ്ങിനെ. ആവശ്യമുള്ള സാധനങ്ങൾ അമ്മ അറിയാതെ കൊട്ടയിൽ നിറച്ചു. അതുകൊണ്ട് മെല്ലെ കൊണ്ടിട്ട് കൊട്ടയിലിട്ടിനെ. അത് നോക്കി തിരിയുമ്പോ അന്ന് കുറച്ച് ആൾക്കാർ ഇട്ടത്തിരുന്നു. എന്തെങ്കിലും ഡിപ്രഷൻ ആയിട്ട് പിന്നെ വേറെ ആളെ കാര്യത്തിൽ തലയിടാത്തോണ്ട് അങ്ങോട്ട് പോയി. ഇങ്ങോട്ട് നോക്കുമ്പോ അമ്മ അപ്പുറത്തെ മൂലക്ക് എത്തി. ഇങ്ങനെല്ലാം വെക്കണമെങ്കിൽ ചില്ലറ പണിയൊന്നും പോരല്ലേ. ഇതെല്ലാം കാണുമ്പോൾ ഒന്ന് തട്ടിയിടാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ തന്നെ എടുത്തു വെച്ചു കൊടുക്കണം. അതുകൊണ്ട് മെനക്കെടുള്ള പണിക്കൊന്നും നമ്മൾ അമ്മേന്റെ അടുക്ക് എത്തുമ്പോൾ കാണാൻ അമ്മ അപ്പുറത്ത്. അങ്ങനെ ഒരു കാന പാഞ്ഞിട്ട് ഇവരപ്പുറം എത്തി. ഇതാണ് ഞാൻ പറഞ്ഞ കിലോ കണക്കിലുള്ള ബുള്ളറ്റ്. 1-2 അല്ലേ 1.5 കിലോ ബുള്ളറ്റാണ് നമ്മൾ വാങ്ങിയത്. അത് കൂടാണ്ട് ഇവിടെ സുരേഖ ചേച്ചിയും ഭസ്മ ചേച്ചിയെല്ലാം ഉണ്ട്. എല്ലാമേ നമ്മതാ. അച്ഛ മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ തന്നെ എല്ലാം എടുക്കുന്നത്. നമ്മൾ കാറിലും കയറി നേരെ ഏന്റിന്റെ വീട്ടിലേക്ക് ആടെ കൊടുക്കേണ്ട സാധനം കൊടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ ചപ്പാത്തിയും ചിക്കനും കണ്ട പക്കറൊക്കെ ബേ എടുത്ത് തിന്നിനെ. ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കയ്യൊക്കെ മറന്നുപോയി. സാറില്ലപ്പ പിന്നെയെങ്കിലും നമ്മൾ കയ്യും ബാക്കിയെല്ലാം അടിച്ചു കയറ്റി നമ്മൾ പോയി. ബൈ.